സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഇവിടെ ഈ പഴയ കടയിൽ എനിക്ക് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന പിള്ളേരെ തന്നെയാണ് ഇപ്പോഴും സ്റ്റാഫ് എനിക്ക്. എൻ്റെ താഴെയാണ്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായി ചെയ്യണം. നമ്മളൊരു സ്ട്രിക്റ്റ് മാൻ ആയിരിക്കണം ഇല്ലേ? അപ്പൊ നമ്മുടെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് പോകുന്ന കുറച്ച് വ്യക്തികളാണ് നമ്മുടെ ഒപ്പുള്ളത്. അപ്പൊ നമ്മളെ പറ്റി അവർക്ക് അറിയാം, അവരെ പറ്റി എനിക്കറിയാം. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് ഫുൾ സപ്പോർട്ടായിട്ടാണ് പിന്നീട് 6 മാസം ഞാൻ പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് തോന്നി അനിയനെ കൊണ്ടിരിക്കാം. ഇങ്ങനെ മറ്റുള്ളവരെ ഏൽപ്പിച്ച് നമ്മൾ കണക്കും കാര്യങ്ങളും കൊടുക്കുന്നതിന് ബെസ്റ്റ് നല്ലത് നമ്മളെ ആൾക്കാരെ നിർത്തി അതിലെന്ത് വന്നാലും ശരി നമ്മുടെ ആൾക്കാരാണ് നമുക്ക് തോന്നി. അങ്ങനെ ആൾക്ക് ഫോൺ ചെയ്തു, ആളെ കൊണ്ടുവന്നു. ആളപ്പോൾ ലീവിന് സമയമായപ്പോൾ നാട്ടിലേക്ക് കൊണ്ടിരിച്ചു. നാട്ടിൽ വന്നതിന് ശേഷം ആളെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇനി പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബിസിനസ്സിൽ ആളെ കൊണ്ടിരിച്ചു ഇങ്ങോട്ട് തന്നെ. പിന്നെ അവിടെ നിന്ന് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ കടയിലത്തെ സ്റ്റാഫിന്റെ പ്രശ്നങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴും വരുന്നല്ലാതെ നോർമലാണ്. എല്ലാപ്പോൾ നമ്മളെല്ലാം 100% കറക്റ്റ് ആയിട്ട് ഒന്നും നടന്നു പോകുന്നില്ല. അപ്പൊ ഒരു പ്ലസ് മൈനസ് എപ്പോഴും ഒരു വേരിയേഷൻ ഉണ്ടാവും അതില്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമ സ്റ്റോറി മാറിയുണ്ട്. ഒരാളെ അവിടെ നിന്ന് വരാ ഇത്രയും ബുദ്ധിമുട്ട്. എനിക്ക് ശരിക്കും ഞാൻ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ബിസിനസ് ജീവിതമല്ലാതെ ഈ കലാരീതിയായിട്ടും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു തബലിസ്റ്റ് കൂടിയിട്ടാണ്. എങ്ങനെയാണ് ഈ ജീവിതത്തിൽ ഈ ഓട്ടങ്ങളുടെ ഇടയിലും ഈ പ്രശ്നങ്ങൾ എപ്പോഴായിരുന്നു തബല പഠിച്ചത്? തബല പഠിച്ചത് നമ്മള് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നാട്ടില്. 7ാം ക്ലാസ് പഠിക്കുമ്പോൾ. അപ്പൊ എങ്ങനെയാ വെച്ചാൽ നമുക്ക് പള്ളി പെരുന്നാളിനെ നമ്മുടെ അപ്പച്ചൻ കൂട്ടി കൊണ്ടുപോകുമ്പോൾ നമുക്ക് നാട്ടിലെ പള്ളി പെരുന്നാൾ വെച്ചാൽ ബാൻഡ് സെറ്റുകളുടെ എണ്ണം കൂടുതലാണ്. ഒരു 100 ബാൻഡ് സെറ്റ് വരും ഈ പെരുന്നാളിന്. അപ്പൊ നമ്മളതിനെ കൈ പിടിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുപോകും, അപ്പച്ചൻ കൊണ്ടുപോകും. ഓരോ ബാൻഡ് സെറ്റ് വന്ന് കയറി കഴിഞ്ഞാലും അടുത്തേനെ കൊണ്ടുവരും, അത് കേൾപ്പിക്കും. അടുത്ത് കഴിഞ്ഞാൽ പോയി അടുത്തേനെ കൊണ്ടിരിക്കും. അപ്പൊ അത് കേട്ട് നടന്ന് പള്ളിപ്പറമ്പിൽ നടന്ന് ഈ താളത്തിനോടുള്ള അത് താളം പിടിക്കാനുള്ള ഇൻട്രസ്റ്റ് വന്നതാണ് സംഭവം. അപ്പൊ നമ്മുടെ അപ്പച്ചന്റെ അനിയൻ ഒരാള് തബല വായിക്കുന്ന ഒരാളാണ്. ആളൊരു മലയാളം പണ്ഡിറ്റാണ്. അപ്പൊ ആള് കുറച്ച് വായിക്കും, പക്ഷെ നമുക്ക് അതിനോട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് ഈ താളം എന്നുള്ളൊരു കാര്യം തലയിൽ കയറിയപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്തൊരു സിംഗർ ഉണ്ടായത്, ഡേവീസ് എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ. അപ്പൊ ആള് പള്ളികളിലൊക്കെ പാടുന്ന ഒരാളാണ്. ആള് പറഞ്ഞു, അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ബാബനെ തബല പഠിപ്പിക്കാൻ പറഞ്ഞേക്കുക, അവൻ പഠിച്ചോളും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവിടെ സംഗീത് എന്ന് പറഞ്ഞിട്ട് പാവർട്ടിയില് ഒരു ക്ലാസിക്കലിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അത്, ക്ലാസ്സിൽ നടത്തുന്നത്. അവിടെ പോയി ഒരു മാസ്റ്ററെ കണ്ട് അങ്ങനെ ക്ലാസ്സിൽ പോയി തുടങ്ങി. 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ് തൊട്ട് എത്ര വരെ പഠിച്ചു? 10ാം ക്ലാസ് വരെ പോയി. 10ാം ക്ലാസ് വരെ. അതെ, ആൾമോസ്റ്റ് എല്ലാം പഠിച്ചു. എല്ലാം നല്ല കുറച്ച് താളങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ബാൻഡിലോ അല്ലെങ്കിൽ പരിപാടികൾക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ? ഇല്ല. കർണാടകയിൽ വന്നിട്ട് ചെയ്തായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ 2 മാസ്റ്റർ അടുത്ത് പോയി. ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ വായിക്കുന്ന ഇവിടെ ഒരു മാസ്റ്റർ നാഗേഷ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ 6 മാസം പോയി. അപ്പോഴും ഈ വർക്ക് ചെയ്യുന്ന സമയത്താണ് കിട്ടുന്ന ഒരു അരമണിക്കൂർ 1 മണിക്കൂർ സമയം നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം ഓടാൻ നമ്മളെ. അപ്പൊ അതൊരു ബുദ്ധിമുട്ട്, പ്രാക്ടീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. 2 പ്രാവശ്യം ട്രൈ ചെയ്തു അങ്ങനെ വേണ്ടിട്ട്. 2 മാസ്റ്ററെ സമീപിച്ച് ഞാൻ മാസ്റ്റർക്ക് നല്ല ഇഷ്ടമാണ്, നമ്മളെ പഠിപ്പിക്കുന്നതിൽ താല്പര്യമുണ്ട്, അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ റെഗുലർ പോകുന്നില്ല, അതായത് നമ്മുടെ ജോലി അതുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത്. അങ്ങനെ പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം പള്ളികളിലും അല്ലെങ്കിൽ ചെറിയ പ്രോഗ്രാമുകൾ എല്ലാം ഉണ്ടെങ്കിൽ ആൾക്കാർ വിളിക്കുമായിരുന്നു ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് പോകാൻ സന്തോഷമാണ്. അങ്ങനെ ഇങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഇവിടെ പോകും. പിന്നെ തബല അല്ലാതെ ഡ്രം സെറ്റ് ഞങ്ങൾ കണ്ടല്ലോ, അകത്ത് ഒരു വലിയൊരു ഡ്രം സെറ്റ്. അതെപ്പോഴായിരുന്നു ഡ്രംസ് വാങ്ങിച്ചത്? ഡ്രംസ് എടുത്ത് ഇപ്പൊ ഒരു 6-7 മാസമായിട്ടുണ്ടാവും എടുത്തിട്ട്. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ആരെടുത്താ പഠിക്കുന്നത്? അവിടെ നോർത്ത് ഇന്ത്യൻ ആണ്. നമ്മുടെ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാല് അത്
റിതം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവരുടെ 5 ബ്രാഞ്ചുകൾ ബാംഗ്ലൂരിലുണ്ട്. റിതം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നല്ല കോച്ചിങ് ആണ്. അവിടെയും ഇത് തന്നെയാണ് പ്രോബ്ലം. നമ്മള് 6 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ പോണോ ഇന്ന് വേണ്ട അടുത്ത ക്ലാസ്സിന് പോകാം അങ്ങനെ തോന്നും. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ കടന്നു ചെല്ലുക? അപ്പൊ മാസ്റ്റർ എന്ത് പറയും? ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറയും. അപ്പൊ അതൊരു ബുദ്ധിമുട്ട്. അപ്പൊ ക്ലാസ്സിന് പോകണം, എല്ലാം കൂടി ഇങ്ങോട്ട് എത്തുന്നില്ല. പക്ഷെ മ്യൂസിക്കിനോടുള്ള താല്പര്യം വിട്ടു പോകില്ല. അത് ഒരിക്കലും വിട്ടുപോലെ. ഈ കലയിനോട് താല്പര്യം ഉള്ളവർക്ക് ഒരിക്കലും അത് വിട്ടു നിൽക്കാൻ കഴിയില്ല. എന്തായിരുന്നാലും എന്താ പറയാ, ഒരു വലിയ ഒരു സംഭവമായിട്ട് ഞാൻ കരുതുന്ന ഒരു മനുഷ്യനായി മാറിയിരിക്കുകയാണ് ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും. കുറെ സങ്കല്പങ്ങളും കുറെ തോട്ട്സും അല്ലെങ്കിൽ കുറെ വിഷനുമായിട്ട് നിൽക്കുന്ന നിങ്ങൾ ഇത്രയും നേരം പ്രേക്ഷകർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു നല്ല രീതിയിലേക്ക് എത്തിയ ഈ ജേണി തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായിരുന്നാലും അദ്ദേഹം വിഷ് ചെയ്യുന്നതാണ് കേരളത്തിലുള്ളവർ ലേസി ആയിട്ടുള്ളവരുടെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് നമ്മുടെ കേരളത്തിനെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. എന്തായിരുന്നാലും ഈ സമയം ഇത്രയും വിലപിടിച്ച സമയം വർക്കിന്റെ ഇടയിലായാലും ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നൽകിയതിന് വളരെ നന്ദി. നമസ്കാരം. ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ചോദ്യം ഇതാണ്. എന്തായിരുന്നാലും ഇന്നത്തെ ചോദ്യവും ഈ എപ്പിസോഡിൽ തന്നെ ആയിക്കോട്ടെ. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു, എവിടെയാണ് ഡ്രംസ് പഠിക്കുന്നത്, ആരുടെ അടുത്താണ് പഠിക്കുന്നത്? അപ്പൊ അദ്ദേഹം ഉത്തരം പറഞ്ഞായിരുന്നു. ആ ഉത്തരം എന്തായിരുന്നു? ഞാൻ ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഇദ്ദേഹം മിസ്റ്റർ ബാബു ഡ്രംസ് എവിടെയാണ് ആരടുത്താണ് പഠിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സോ ഈ ചോദ്യത്തിന് ഉത്തരം വിളിച്ച് അറിയിക്കേണ്ട നമ്പർ 0484231778 or 83. I repeat the number 0484231778 or 83. Thank you.